ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീട്ടിലെ വാഴ മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാമെന്നൊരു ചിന്തയിലാണ്. അപ്പൊ ഞാനും എന്റെ അനിയത്തിയും കൂടി വന്നിട്ട് വാഴപ്പിണ്ടി പൊളിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ കാണുന്നത്. പൊളിക്കുന്ന ഞാനല്ല, അനിയത്തിയാണ്. അപ്പൊ ഞങ്ങൾ വാഴപ്പിണ്ടി പൊളിച്ചെടുത്തു. എന്നാൽ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണെന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ തന്നെയാണ്, വയറിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഇത് പൊളിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല മെനക്കേടുള്ള പണിയാണ്. അപ്പൊ എന്റെ അനിയത്തി എന്തായാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ പുറം പണിക്ക് ആളെ കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ വേലക്കാരി ജാനു എന്നാണ് ഇടയ്ക്കൊക്കെ വിളിക്കുക. എന്നാലുള്ള പണിയൊക്കെ എടുത്തോളും. അപ്പൊ ഞങ്ങൾ അതൊക്കെ പൊളിച്ചങ്ങ് എടുക്കാൻ തുടങ്ങി. അത് ഒന്ന് രണ്ട് വലിയ പീസ് വേണം, കാരണം നമുക്ക് മാത്രം പോരാ, അയൽവക്കത്തുള്ളവരും കൂടി കൊടുക്കണം. അതാണല്ലോ ഒരു മര്യാദ. അതുകൊണ്ട് ഞങ്ങൾ ഒരു 2 മുഴത്തിലുള്ള രീതിയിൽ പറിച്ചെടുത്തിട്ടാണ് ഇത് ശരിയാക്കിയിട്ടുള്ളത്. അതങ്ങനെ പൊളിച്ചെടുത്തപ്പോൾ നല്ല വൃത്തിയുള്ളൊരു വെള്ള കളറിൽ കറക്റ്റ് ഒരു ദണ്ട് പോലെ കിട്ടും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മൾ വെട്ടി വല്ല ഭംഗിയാക്കി എടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് കറി വെക്കാന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വൃത്തിയായിട്ട ഭാഗങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് വെട്ടിക്കളഞ്ഞേ. അല്ലെങ്കിൽ അതിന്റെ കടയോടെ എടുക്കുന്ന ഭാഗത്ത് അത്ര രസം ഉണ്ടാവത്തില്ല, അതിന് വലിയ ടേസ്റ്റും ഉണ്ടാവത്തില്ല. അത് മാത്രമല്ല ഭയങ്കര കട്ടിയായിരിക്കും. കൂമ്പിനോട് അടുത്ത ഭാഗത്തായിരിക്കും കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിണ്ടി നോക്കി കിട്ടുക. അതുകൊണ്ട് അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഏറ്റവും നല്ലത് നോക്കി ഞങ്ങൾ എടുത്ത് ബാക്കി കൊള്ളാത്തൊക്കെ അയൽവർക്കാർക്ക് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നല്ല ഞങ്ങൾ എടുത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ കൊല. 3-5 കൊല പഴപ്പഴമൊക്കെ പഴുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, പഴുത്തൊക്കെ കണ്ടില്ലേ? അത്ര നന്നായിട്ട് മൂത്തിട്ടല്ലേ കൊല എന്തായാലും ആയിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം കൊള്ളാം. ഇതാണ് മക്കളെ പിണ്ടി നൂല്. നമ്മൾ പലതരം നൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പട്ടുനൂല് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇത് പിണ്ടി നൂലാണ്. ഇത് വെച്ച് വസ്ത്രമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ കയ്യിൽ ഇങ്ങനെ കറക്കി കളയാന്ന് മാത്രമേ ഗുണമുള്ളൂ. അപ്പൊ ഇതത്ര ഗുണമായിട്ട് എനിക്ക് തോന്നുള്ളേ. അപ്പൊ അപ്പത്തേക്കും ചായ കുടിക്കാൻ സമയം. അപ്പൊ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാനാണ് ഇന്നിപ്പോ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ നമുക്കറിയാലോ, നമ്മൾ പണ്ടൊക്കെ ബേക്കറിൽ കണ്ടിട്ടില്ലേ ഒരു സാധനം, മസാല കുക്കി. അപ്പൊ അതുണ്ടായിരുന്നു, മസാല കുക്കി ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു എരിവും ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. പണ്ടൊക്കെ ഇതിന് 2 രൂപയായിരുന്നു. ഇപ്പൊ ഒരു പാക്കറ്റിന് 65 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ബാക്കിയൊന്നും കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇതെന്തിന്റെ 20 കുക്കി ആണെന്ന് തോന്നുന്നു. കുക്കി ഒന്നല്ല, സാധാ ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് ഞങ്ങൾ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പിണ്ടി അരിയാൻ പോയി. ആദ്യം ഇതിങ്ങനെ വട്ടത്തി അരിയണം. എന്നിട്ട് ആ വട്ടത്തി അരിയുമ്പോൾ ഓരോ നൂലുണ്ടാവും. ആ നൂലങ്ങ് മാറ്റി കളയണം. അത്യാവശ്യം നല്ലോണം നൂല് ഇതിന് കിട്ടുന്നതായിരിക്കുന്നേ. നമ്മളത് ഓരോന്നുമായിട്ട് ഓരോ പീസ് ഇങ്ങനെ മാറ്റി വെച്ച് അവസാനം അത് നുറുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, നൂലിന്റെ ഇത് കണ്ടോ, നല്ല നൂലാണ്. നമ്മളൊക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും അതിന്റെ നൂല് കളഞ്ഞ് മൊത്തത്തിൽ കുരുകുരാന്ന് അരിഞ്ഞിടാനൊന്നും പറ്റത്തില്ല. ഓരോ പീസും വട്ടാക്കണം, എന്നിട്ട് നൂല് മാറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആവശ്യത്തിനുള്ള പിണ്ടി കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനതെല്ലാം കൂടി ഓരോന്നായിട്ട് മാറ്റി വെക്കാൻ തുടങ്ങി. ഈ പണിയൊക്കെ ചെയ്യാൻ ഞാനാണുള്ളൂ, അനിയത്തിയൊന്നും സഹായിക്കത്തില്ല. അത് പുറംപണിക്കാണ് കൂടുതൽ താല്പര്യം. ഞാനാണ് ഇങ്ങനത്തെ അരിയാനും പറക്കാനൊക്കെ കൂടുതൽ താല്പര്യപ്പെടുന്ന ഞാനാണ്. അപ്പൊ ഞാനത് വട്ടത്തിൽ കുറെ അരിഞ്ഞു വെക്കാനുണ്ട്. ഏകദേശം ഞാനൊരു 1 മുഴത്തിനടുത്തുള്ള പിണ്ടി എടുത്തിട്ടുണ്ട്. എന്നാലാണ് നമുക്കത് അരിഞ്ഞ് നല്ല രീതിയിൽ കറി വെക്കാൻ പാകത്തിൽ കിട്ടത്തുള്ളൂ. ഞാനതൊരു ഇതിലേക്ക് ആക്കിയിട്ടു. എന്നിട്ട് ചെറിയതേ നീളത്തിലാക്കി അരിഞ്ഞെടുത്തു. ശേഷം കട്ടാന്ന് അരിഞ്ഞു കൊടുക്കുകയാണ്. ഇത് അരിഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. കണ്ടോ, ചെറിയ പീസായിട്ട് അരിഞ്ഞു വെക്കണം. ഓരോന്നായിട്ട് എടുത്തു. പിന്നെ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ എന്താന്ന് വെച്ചാൽ 3 എണ്ണം മേളിൽ കയറ്റി വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാന്ന് വെച്ചു. അതാകുമ്പോൾ സിമ്പിൾ ആവുമല്ലോ. ഞാൻ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വെട്ടി അത് ഒരേ ഒരു ചെറിയ ക്യൂബ് പോലെ ആക്കി എടുത്തേക്കാണ്, ചെറിയ അജറ കഷ്ണങ്ങൾ. എന്നാലും നമുക്ക് വേവാനൊക്കെ എളുപ്പമുള്ളൂ. തോരനല്ലേ, നമുക്ക് നീളത്തിലൊന്നുമല്ല അരിയേണ്ട, ഇങ്ങനെ കുഞ്ഞിതായിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അരിയാൻ വേണ്ടി. അപ്പൊ ഞാനത് ചെയ്ത് തീർത്തു. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഇതിന്റെ ആവശ്യമുള്ള കുറച്ച് കൂട്ടുകളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇത് വേഗം അരിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കണ്ടില്ലേ, ചുവന്നുള്ളി എടുത്ത് പൊളിച്ചു. ചുവന്നുള്ളി മാത്രം പോരാ, നമുക്ക് ഇച്ചിരി വെളുത്തുള്ളിയും കുറച്ച് മുളകും വേണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചുവന്നുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞു. നിങ്ങളൊരു 5-10 ചുവന്നുള്ളി എടുത്താൽ മതിയാകും. 5-10 വേണമെന്നില്ല, ഒരു 5-6 ചുവന്നുള്ളിയെങ്കിലും മതിയാകും. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പിശുക്കിയാണ്ട് കുറച്ച് എടുത്തോളൂ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഒരു 4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇടുമ്പോഴേക്കും കുറച്ചുകൂടി ടേസ്റ്റ്, നമ്മൾ സാധാ മുളക് പൊടി ഇട്ടുണ്ടാകുന്നതൊക്കെ ടേസ്റ്റ്. അപ്പൊ ഞാൻ വേവിച്ച് വെച്ചിട്ട് ഞാനിപ്പോ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ചട്ടി ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. കണ്ടോ, വെളിച്ചെണ്ണയിൽ പത വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പത നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാറുമ്പോഴാണ് സത്യത്തിൽ കടുക് ഇടുന്നുണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കടുക് പെട്ടെന്ന് പൊട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ടിട്ട് കടുക് ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഈ പത വരുന്നതിന് മുമ്പേ കടുക് ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഞാൻ കറക്റ്റ് സമയത്തെ കടുകുള്ളൂ. അപ്പൊ ഞാൻ കുറെ കടുക് അങ്ങ് വരിയിട്ടു. അമ്മയാണ് ഇടുന്നത്, ഞാൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, കടുക് ഇട്ടു. ഇനി കടുകിന്റെ പൊട്ടലാണേ. കടുക് വറക്കണ സുഖം, എന്താ രസം. അത് മുഴുവൻ നമുക്ക് പൊട്ടി തീർന്ന് അത് മുഴുവൻ പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇടിച്ചു വെച്ച നമ്മുടെ മുളക്, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, ഇത് ഇടിച്ച് 3 കൂടി ഒരുമിച്ച് ഇടിച്ച് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് കടുക് മുഴുവൻ പൊട്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇത്ര ആട്ടോ ഇടിച്ചപ്പോ കിട്ടിയത്, അത്രയും മതിയാവും. നമുക്ക് കുറച്ച് പിണ്ടിയേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി ആണ് അത് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് മൂക്കണം.
നന്നായിട്ട് മൂക്കണ്ട, അധികം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ ചൊവയായിരിക്കും. അതിനേക്കാളും നല്ലതൊരു ഇളം ഭാഗത്തിൽ മൂത്ത് കിട്ടിയാൽ മതിയാകും. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹായ്, നല്ല സൗണ്ട് അല്ലേ? എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല രസമാണ് ഈ സൗണ്ട് കേൾക്കാൻ. അപ്പം ഞങ്ങളത് ഇട്ട് കൊടുത്തിട്ട് വാട്ടി 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 എടുക്കുകയാണെങ്കിൽ കരിയാതെ ശ്രദ്ധിക്കണം. മുളകും അധികം കരിയണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് വാടണം. അതിങ്ങനെ ഇതാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ലേ, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഇപ്പം നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ 4 വറ്റൽമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ആവശ്യത്തിന് എരിവ് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. കൂടുതൽ എരിയാൻ ആവശ്യമില്ല. നമുക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ആവശ്യത്തിനേക്ക് എടുക്കാം. ചിലർ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും, പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ല. മൂപ്പിച്ചെടുക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലൊന്നും അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഏകദേശം ഒരു അളവ് ഇട്ടാൽ മതി. എനിക്കിട്ട് അളവ് അറിയത്തില്ല. അപ്പൊ ഞാൻ അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, എന്നാലാണ് ആ ഒരു പച്ച ചുവ അങ്ങ് മാറണം. മഞ്ഞളുടെ ഇങ്ങനെ കിടന്ന ഒരു ചുവ വരും, അത് വേണ്ട. പച്ച ചുവ മാറാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തിപ്പോ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കാണാലോ, നല്ല കളറൊക്കെ കാണാലോ, ഒരു മഞ്ഞ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പിണ്ടി വേവിച്ച് വെച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കും. ഇത്രയായിട്ടോ പിണ്ടിയുള്ളൂ. ഞാൻ അത്ര ഒരു മുഴത്തിന്റെ അടുത്തുള്ള ഒരു പിണ്ടിയാണ് ഞാൻ അരിഞ്ഞത്. എന്നിട്ട് ഇത്രേ കിട്ടിയുള്ളൂ. വേവിച്ചിടുമ്പോഴത്തേക്കും കുറഞ്ഞു വരും. വേവിച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറാവും. ആ സമയത്ത് ആ വെള്ള കളർ ചെറുതായിട്ടൊരു ആഷ് കളർ കൂടുന്ന ഒരു കളറായി മാറും. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് ആ മുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി ഇതിലേക്കൊന്ന് മിക്സ് ആകുന്ന രീതിയിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് പിടിക്കണം, എന്നാലേ ഇതുള്ളൂ. ഇത് ഭയങ്കര ഔഷധമുള്ള ഒരു കറിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വയറിന് നല്ല സുഖം ഉണ്ടാക്കുന്ന കറിയാണ്. അധികം എപ്പോഴും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും അലോപ്പതിയിലൊക്കെ എല്ലാത്തിനും ഡോക്ടർമാരും പറയുന്നുണ്ട് നല്ല കറിയാണ്. വാഴപ്പിണ്ടി പിന്നെ ഉപ്പിലിട്ട് ചിലർ കഴിക്കും, പിന്നെ പച്ചക്ക് കഴിക്കുന്നവരുണ്ട്. ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാം, പിന്നെ മീനിലൊക്കെ ഇട്ട് കഴിക്കാം. നമുക്ക് ചാളയിലോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് മീനിലും ഇടാം കേട്ടോ. സാധാ എല്ലാ മീനിലും ഇടാറുണ്ട്. ഇവിടെ ചൂരയിൽ വരെ ഇടാറുണ്ട്. ഇട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ അതിൻ്റെതായ ഗുണമുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ തോരൻ വെച്ച് കഴിക്കുന്നത്. ആകുമ്പോ ഞാൻ ഒരുപാട് ചോറുണ്ടോളൂ. മറ്റേതെന്ന് പറയുമ്പോൾ എനിക്ക് മീനിന്റെ ചുവയും കൂടി പിടിക്കുമ്പോഴത്തേക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അത് ഞാൻ പിണ്ടി ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ കണ്ടോ, നമ്മുടെ പിണ്ടിയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വലിച്ചെടുത്തിട്ട് വെച്ച് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ട്, എനിക്ക് വെള്ളച്ചൊവ ഇഷ്ടമല്ല. അതേ ഞാൻ എന്തെന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്കൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഇരുന്നൊരു കുറച്ച് ഉണങ്ങിപ്പോയി തുടങ്ങിയൊരു തേങ്ങ എടുത്ത് കുരുകുരെന്ന് അരിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് കറക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടില്ല, കല്ലുപ്പും പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്തു. അങ്ങനെ എന്റെ ചമ്മന്തി റെഡിയായി. പിന്നെ ചോറിനാൻ പോവാണ്. നോക്കുക ഗൈസ്, ഇതാണ് എന്റെ ചോറ്. നല്ല ചോറുണ്ട്. പിന്നെ ഇച്ചിരി ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി. പിന്നെ ഇത് മുട്ടയാണ്. ഒരു മുട്ട ഇവിടെ ബാക്കിയിരുന്നു, അത് 4 പൊരിച്ചപ്പോ 4 എടുത്തിട്ടുണ്ട്. അതുണ്ട്. പിന്നെ എന്റെ പിണ്ടിത്തൂരൻ. ഇത്രയാണ് അന്നത്തെ ചോറ്. അപ്പൊ ഓക്കെ, ബൈ, സീ യു ഇൻ അനദർ വീഡിയോ. ടാറ്റാ.